കുറേ ഉണ്ട്. മുഖ്യമായിട്ട് നമ്മളെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, എമ്പുരാൻ, അതിൻ്റെ രണ്ട് ദിവസം ഉറക്കം കൂടി ഉണ്ട്. അത് 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ട്. എനിക്ക് ഉണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. ഇത് വലിയ സിനിമ തന്നെ, പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല. അത്ര വലിയ താരപരിവേഷമൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നത്. പഴയ പോലെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു സിനിമയുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കുക എന്നുള്ള സംസ്കാരം പോയി. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ഒരു നിലവാരമുണ്ടല്ലോ, ആ സാംസ്കാരിക നിലവാരത്തിന് അറിഞ്ഞോ അറിയാതെയോ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. ഇൻബോൺ ആയിട്ടുള്ള, ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വരാം എന്ന് പറയാൻ പറ്റില്ല. ഉള്ള കഴിവുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റും. എവിടെ അതില്ലെങ്കിലും സിനിമ വിജയിക്കും. അപ്പോൾ അഭിനയം അറിയണമെന്നില്ല എന്ന് വെച്ച് നിലവിലുള്ള നടീനടന്മാരൊക്കെ കഴിവില്ലാത്തവർ നല്ലാട്ടാണ്. കൊല്ലത്തുള്ള സ്റ്റേജിലുണ്ട് അങ്ങനെ ഒരാളുണ്ട്. കൊല്ലത്തുള്ള സീൻ അറിയാം. ഞാൻ ഹൈറ്റ് പറഞ്ഞത് തുളസി. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്തി എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്ന നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ ശിവാജി ഗുരുവായൂരാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? പോകുന്നു. ഈ പറഞ്ഞ പോലെ 30-ാം തീയതി പുതിയ പടത്തിൻ്റെ റിലീസിംഗ് ആണ്. അത്ര വലിയൊരു ക്യാരക്ടറൊന്നല്ല ചെയ്തിരിക്കുന്നത്, പക്ഷെ നല്ലൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാവും എന്നുള്ളൊരു രീതിയിൽ സന്തോഷമാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ സിനിമകളാണ് വേറെ വരാനുള്ളത്? ഇനി കുറേ ഉണ്ട്. മുഖ്യമായിട്ട് നമ്മളെ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, എമ്പുരാൻ, അതിൻ്റെ രണ്ട് ദിവസം ഉറക്കം കൂടി ഉണ്ട്. അത് 2 ദിവസം കൂടി ഷൂട്ട് ഉണ്ട്. എനിക്ക് ഉണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് ഉള്ളതിലെ ഏറ്റവും ഒരു വലിയ സിനിമ അല്ലേ? വലുതെന്ന് പറയാം. ഇത് വലിയ സിനിമ തന്നെ, പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല. അത്ര വലിയ താരപരിവേഷമൊന്നും ഇല്ലെങ്കിലും നല്ല സിനിമയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു സെലക്ട് ചെയ്യുക? അതുകൊണ്ട് തന്നെയാണ് അതിൽ ചേരാമെന്ന് തീരുമാനിച്ചതും. ഇപ്പോൾ ഈ പ്രൊമോയ്ക്ക് വന്നിരിക്കുന്നു ആ ഒരു സിനിമയുടെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അങ്ങനെ പല സിനിമകളും അങ്ങനെ ആളുകൾ അറിയാതെ പോകുന്ന, തിയേറ്റർ അറിയാതെ പോകുന്ന, പക്കൂട്ടത്തിൽ ആരും അറിയാതെ ഈ സിനിമ പോകരുത്, എല്ലാവരും അറിയണം എന്നുള്ളൊരു ധാരണ. അത് ഒരുപാട് വലിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഇതുപോലെ കൊച്ചു സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അത് പല കാരണങ്ങളാണ് അതിന്. പ്രൊമോഷൻ വേണ്ടി വരികയാണ്. അത് വേണ്ടി വരികയാണ്. ശരിക്കും പ്രൊമോഷൻ്റെ ആവശ്യമില്ല. നല്ല സിനിമകൾ നമ്മുടെ പൊതുവെ നമ്മുടെ ഒരു ആസ്വാദന രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. സമ്മതിച്ചേ മതിയാവുള്ളൂ. നമ്മളിപ്പോൾ ഈ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൂടെ പോകുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ വേഗത്തിലായിരിക്കണം. നമ്മളെ ജീവിതം തന്നെ ഭയങ്കര യാത്ര എന്ന് പറയുന്നത് ഹൈ സ്പീഡിലാണ്. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ ഇരിക്കുക എന്നുള്ള സംസ്കാരം പോലും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരു സിനിമയായാലും നാടകമായാലും 2 മണിക്കൂർ ഇരുന്ന് കാണുക എന്ന് വെച്ചാൽ മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും സാധ്യമാവുന്നില്ല. ഓരോ 10 മിനിറ്റിലും കയ്യിലിരിക്കുന്ന മൊബൈൽ നമ്മളെ ശല്യപ്പെടുത്തലല്ല, അത് നമ്മളെ ഓരോ വാർത്തകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയേണ്ട വാർത്തകൾ തന്നെയായിരിക്കും, തള്ളിക്കളയേണ്ടതും ഉണ്ടാകും. എന്നാലും നമുക്ക് അത്യാവശ്യമായി വന്നിരിക്കുന്നു മൊബൈലൊക്കെ. മൊബൈൽ 10 മിനിറ്റിൻ്റെ കഴിഞ്ഞിട്ടും ശബ്ദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻഡാണ്. എന്താണ് നമ്മൾ മൊബൈൽ ശബ്ദിക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ 10 മിനിറ്റിലും നമ്മൾ പുതിയ പുതിയ വിശേഷങ്ങളും വിവരങ്ങളും അതിൽ എല്ലാം ഉണ്ട്, ഉല്ലാസമുണ്ട്, ന്യൂസുണ്ട്, ഒക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പഴയ പോലെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരു സിനിമയുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കുക എന്നുള്ള സംസ്കാരം പോയി. അപ്പോൾ അത്തരത്തിൽ സാംസ്കാരിക ഒരു നിലവാരമുണ്ടല്ലോ, ആ സാംസ്കാരിക നിലവാരത്തിന് അറിഞ്ഞോ അറിയാതെയോ കോട്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവാം ഇങ്ങനെ ഈ നല്ലത് ഏത് ചീത്ത ഏതെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത. പിന്നെ അവരെ പിടിച്ചിരുത്താൻ വേണ്ടി 2 മണിക്കൂർ നിങ്ങൾ
പിടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ സിനിമകളിലായാലും നാടകത്തിലായാലും ചില ചേരുവകൾ അമിതമായിട്ട് ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ആ കഥയ്ക്കും അതിൻ്റെ കണ്ടൻറ്റിനും അതിൻ്റെ ആശയത്തിനും ഒക്കെ ബാധിക്കുന്ന രീതിയിലായിരിക്കാം. അത്തരം ആകെ മൊത്തം ഒരു കുഴഞ്ഞു കുറഞ്ഞ ഒരു അവസ്ഥയിലാണ് കലയും ആസ്വാദനമൊക്കെ കെടുക്കുന്നത്. ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നാടകത്തിൻ്റെയും സിനിമയുടെ ഓഡിയൻസിന് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അത് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യും, ഇത്തരം ഫോണുകളൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞു. തിയേറ്ററിനകത്തും അത് എഴുതി കാണിക്കുന്നതുകൊണ്ടല്ലേ, എന്നാലും അതാരും ശ്രദ്ധിക്കാറില്ല. നമ്മൾ നാടകം കണ്ടോണ്ടിരിക്കുമ്പോഴോ ഹലോ കോഴിക്കോട് അടച്ചോ കേൾക്കാറുണ്ട് പലപ്പോഴും. ശരിക്കും ഫോണൊക്കെ വാങ്ങി വെച്ചിട്ട് തിയേറ്ററിൻ്റെ ഉള്ളിക്കകത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് സ്വസ്ഥത ഉണ്ടാവില്ല. ഈ 10 മിനിറ്റിനുള്ള അവന് ന്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണം, അപ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടും. നാടകത്തിലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് തന്നെ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അവിടെ അപ്പുറത്ത് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല, നമ്മളത് ചെയ്ത് തീർത്തേ പോകാൻ പറ്റുള്ളൂ. പണ്ടത്തെ ഒരു ആളുകളുടെ ഒരു അക്സെപ്റ്റൻസും ഇപ്പോഴത്തെ ഒരു എങ്ങനെയാണ് തോന്നുന്നത്? മാറ്റം വന്നിട്ടുണ്ട്. ഓഡിയൻസ് കുറഞ്ഞതുപോലെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഓഡിയൻസിന് കുറവൊന്നുമില്ല. പല തുളസിയിട്ടുണ്ട്. അങ്ങനെ ഒരാളുണ്ട്. കൊല്ലം തുളസിയിൽ അറിയാം. ഞാൻ ഹൈറ്റ് പറഞ്ഞ തുളസി കൈയായിട്ട് വരും. എൻ്റെ പേര് ശിവജി എന്നാണ്, ശിവജി ഗുരുവായൂർ. ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക, ബ്രേക്ക് ആയിപ്പോയി. എവിടെ പറഞ്ഞു നിർത്തി? നമ്മുടെ നാടകത്തിന്റെ ഒരു ഓഡിയൻസിന്റെ ഒരു വ്യത്യാസം. നാടകത്തിന് ഓഡിയൻസ് പലരും അങ്ങനെ പ്രസംഗിച്ചിരുന്നു. പിന്നെ നാടകം മനുഷ്യരുടെ അടുത്തൊക്കെ അന്യം നിന്ന് പോകുന്നു, നാടകശാലയിലെ ആളുകൾ കുറയുന്നു. പക്ഷേ നാടകശാലയിലെ ആളുകളുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്, അതിൻ്റെ അനുഭവമാണ്. അത് ഇഷ്ടമുള്ളവരെന്തായാലും അതിന് നാടകം ഇഷ്ടപ്പെടുന്നവരെന്തായാലും നാടകം കാണാൻ പറ്റും. ഇപ്പോൾ പുതിയ തലമുറയിൽ നിന്ന് ആരും വരുന്നില്ല എന്നുള്ളൊരു പഴയ ആളുകൾ തന്നെയാണ്. അല്ല, ഒരു 20 വയസ്സിന് ചോടെയുള്ള യുവാക്കളൊന്നും നാടകശാലയിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ യുവാക്കളിലേക്ക് നാടകത്തിന്റെ അവരെ നടിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നാടകം നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്. അതില്ലാതെ കഴിഞ്ഞാൽ പിന്നെ അഭിനയത്തിന്റെ അടിസ്ഥാനം നാടകം തന്നെയാണെന്ന് പറയാം. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അത്ര എളുപ്പമല്ലല്ലോ നാടകത്തിൽ അഭിനയിക്കാൻ. അല്ല, അഭിനയിക്കാൻ അതില് എളുപ്പം. സിനിമയിൽ പറയുന്നത് തട്ടിക്കയറി ഇത്രയും ഡയലോഗ് പറയുന്നതിനെ കൊണ്ട് അല്ല, അതൊരു സത്യാവസ്ഥയാണ്. അത് സിനിമയിലുള്ള അല്ല, അതൊരു വേറെ ആർട്ടാണ്. സിനിമയില് അത് വേണമെന്നില്ല. സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എല്ലാവർക്കും സ്റ്റേജ് കയറി എത്താൻ പറ്റണമെന്നില്ല. അതൊരു സാങ്കേതിക കലയാണ്. സിനിമ അഭിനയിക്കുന്നവർക്ക് സിനിമയിൽ എന്തായാലും അഭിനയിക്കാൻ പറ്റും. അത് പറ്റും. അതിപ്പോൾ അങ്ങനെയല്ല, അത് നേരെ തിരിച്ചും പറയാം. ഇപ്പോൾ ഒരു സമൂഹത്തിലുള്ള ഏതൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയാവാനും കലാകാരന് പറ്റും. ഉദാഹരണത്തിന് ഒരു കലാകാരന് ഡോക്ടറാവാം, എഞ്ചിനീയറാവാം, കളക്ടറാവാം, പോലീസ് ഓഫീസറാവാം, എന്തും ആവാം. പക്ഷേ ഒരു പോലീസ് ഓഫീസർക്കോ ഒരു ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ സ്റ്റേജിൽ നിന്ന് അഭിനയിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് വ്യത്യാസമാണ്. അത് പഠിക്കാനും പറ്റില്ല. അതൊരു ഇൻബോൺ ആയിട്ടുള്ള, ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വരാം എന്ന് പറയാൻ പറ്റില്ല. ഉള്ള കഴിവുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റും. എവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതില്ലെങ്കിലും സിനിമ വിജയിക്കും. അപ്പോൾ അഭിനയം അറിയണമെന്നില്ല എന്ന് വെച്ച് നിലവിലുള്ള നടീനടന്മാരൊക്കെ കഴിവില്ലാത്തവരൊന്നല്ല. ഇപ്പോൾ ആനകളെ വെച്ചിട്ട്, മൃഗങ്ങളെ വെച്ചിട്ട് ഒക്കെ സിനിമ ചെയ്യുന്നുണ്ട്. ഈ മൃഗങ്ങളൊന്നും ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു വന്നവരൊന്നല്ല. അപ്പോൾ അതൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ മാത്രം. ഒരു ആന, ഇപ്പോൾ ഗുരുവായൂർ കേശവൻ്റെ നായകൻ ആനയാണ്. നായക കഥാപാത്രം ഒരു മൃഗം ചെയ്യുമ്പോൾ അതിന്
പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ആന കരയുമ്പോൾ നമ്മളൊപ്പം കരയുന്നു. അതെ അപ്പോൾ അതാ ആ ഒരു സാങ്കേതികതയാണ്, ആ ക്യാമറ ടെക്നിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സാങ്കേതിക കലയാണിത്. പക്ഷെ അത് ജൈവ കലയാണ്. രണ്ടും വലിയ വ്യത്യാസമുണ്ട്. കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നാൽ രണ്ടും അഭിനയമാണ്. അതുകൊണ്ട് മാത്രമാണ് കമ്പയർ ചെയ്യുന്നത്. അഭിനയം ആയതുകൊണ്ട് മാത്രമാണ് കമ്പയർ. പക്ഷേ ഈ അഭിനയം ഒരു 15% ഉള്ളൂ സിനിമയിൽ. 85% ടെക്നിക്കാണ്, സാങ്കേതികതയാണ്. 15% ഒരു അഭിനയത്തിന് സാധ്യതയുള്ളൂ. നാടകത്തിലല്ല, 100% നടൻ തന്നെയാണ്. അവിടെ വേറെ ആർക്കും അവിടെ ഒരു പ്രവേശനമില്ല. സംവിധായകനോ എഴുത്തുകാരനോ ഒന്നും സ്റ്റേജിലേക്ക് പ്രവേശനമില്ല. സ്റ്റേജിൽ നടൻ മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ. അവിടെ റീടേക്കുകളില്ല, ഒന്നുമില്ല. ഒരു അല്ലാത്തൊരു 2 മണിക്കൂർ നമ്മൾ നിൽക്കണം. ഇപ്പം ഞാനൊരു സോളോ പെർഫോമൻസ്, ഇപ്പോൾ ഏകപാത്ര നാടകമൊക്കെ ചെയ്യുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറും സ്റ്റേജിൽ നിൽക്കുക തന്നെയാണ്. അതുകൊണ്ട് ഡയലോഗ് കാണാപ്പാടം പഠിച്ചിട്ടിരിക്കുന്ന അതങ്ങനെ പറയാൻ പറ്റില്ല. അത് ലൈവായിട്ട് ഇങ്ങനെ വരണം. നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് നോക്കിയിട്ടല്ലല്ലോ സംസാരിക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ പറ്റി സംസാരിക്കുക. അതേപോലെ ഒരു സംസാരിക്കലും അഭിനയിക്കലും കൂടി ഒരു 100% ജന്മസിദ്ധമാണ്. പിന്നെ അതിനെ പോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അതിനെ കഴിയുള്ളൂ. നമ്മുടെ ഈ കട്ടപ്പാടത്തെ സിനിമയിൽ, മാന്ത്രിക എന്ന സിനിമയിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? അതിൽ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്ന വിനോദ് കോവൂരാണ്. വിനോദ് കോവൂരും വിനോദ് കോവൂരിൻ്റെ കുടുംബവും അതാണ് അതിൽ പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വിനോദ് കോവൂരിൻ്റെ മകനെ പ്രണയിക്കുന്ന എൻ്റെ മകളാണ്. നായികയുടെ അച്ഛനായിട്ടാണ്, അതിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. ഒരു ഗൾഫുകാരൻ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നമ്മൾ അതേപോലത്തെ കഥാപാത്രങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ നമ്മളെ ചുറ്റുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്. ഓരോ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടു മറന്ന കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നുണ്ടാവുക. അപ്പം അത് നമ്മളറിയാതെ തന്നെ അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? എല്ലാം വ്യത്യസ്തമല്ലേ ഇതില്. ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുന്നത് വേറെ വ്യത്യാസമായിരിക്കും. ഇതേപോലത്തെ പിന്നെ ഒരു സീരിയസ് ആയിട്ട് വരുന്നതാണ്, സീരിയൽ രൂപത്തിൽ വരുന്നതാണ് നമ്മളൊരു ക്യാരക്ടർ ഇതേപോലെ. അപ്പോൾ മറ്റേ പ്രീമിയർ ലീഗ് പേരില്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഇറങ്ങിയിരുന്നു. ഏറ്റവും രാഷ്ട്രീയക്കാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെയില്ല. അതെന്താ സംഭവിച്ചാൽ അത് സിനിമയുടെ സംവിധായകരുടെ ഒരു എളുപ്പ വഴിയാണ്. അത് സംവിധായകർക്ക് ഒരു എളുപ്പ വഴിയാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തെ ഒരു എഴുത്തുകാരൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുമ്പോൾ അതിനോട് കമ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വേഷം ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന സിനിമയിൽ ഇന്ന രാഷ്ട്രീയക്കാരുണ്ട്, അപ്പോൾ അയാളെടുക്കാം. അല്ലാതെ ഇതിൻ്റെ അനാട്ടമി, ഈ കഥാപാത്രത്തിൻ്റെ അനാട്ടമിയും കാര്യങ്ങൾ വെച്ചിട്ടൊരു പുതിയ കഥാപാത്രം തേടുന്നില്ല, പുതിയ നടന്മാർ തേടുന്നില്ല. അപ്പോൾ നിലവിൽ ഏത് രാഷ്ട്രീയക്കാരൻ ഇന്ന സിനിമ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിസ്റ്റിന് എന്താ സംഭവിച്ചാൽ ആർട്ടിസ്റ്റ് എന്നും രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കും. എന്നും ചായക്കടക്കാരൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വേറൊരു കഥാപാത്രം, ഈ കഥാപാത്രം നമുക്ക് ഇന്നാളെ കൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അങ്ങനെ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുന്നത് വളരെ കുറച്ച് പേര് സംവിധായകരുണ്ട്. അപ്പം അത്തരം പരീക്ഷണത്തിന് തയ്യാറാകുന്ന സംവിധായകരാണ് എന്നെ പോലെയുള്ള നടീനടന്മാരെ വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് ചെയ്യാൻ അവസരം. നായകന്മാരെ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകളും സംവിധായകരാണ് അതിന് ഒരു മുൻകരുതൽ എടുക്കേണ്ടത്. നമ്മളെ അവരല്ലേ തിരഞ്ഞെടുക്കുന്നത്. അവർ വിളിക്കുന്ന കഥാപാത്രമല്ലേ. അപ്പൊ അവര് വിളിക്കാൻ എളുപ്പത്തിന് അത് അന്വേഷിക്കാൻ വെറുതെ റിസ്ക് എടുക്കുന്നതിനാ. അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് മന്ത്രിയായിട്ട് പല ഭംഗിയായിട്ട് അതിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതിനോട്ടെടുത്താൽ പോരെ. വേറൊരു ടൈപ്പിലേക്ക് വേറൊരാളെ കൊണ്ട് അത് ചെയ്യാൻ ഒരു ശ്രമം, ഒരു പരീക്ഷണം നടത്തും. പരീക്ഷണം നടത്താൻ ഇപ്പോൾ ഒരു സിനിമയിൽ പരീക്ഷണം നടത്താൻ പറഞ്ഞാൽ ഇത് കോടികളുടെ ബിസിനസ് അല്ലേ. അപ്പോൾ ഒരു പരീക്ഷണത്തിന് വിധേയമായിട്ട് ആ കോടികൾ അതിന് കോട്ടം വരുത്താൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ടായിരിക്കണം അതെ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പരീക്ഷണം വേണോ എന്നൊരു തോന്നൽ തരുന്നു. അതാണ്. അപ്പോൾ ഒത്തിരി ശമ്പളം കൂടിയാലും അവന് തന്നെ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നാടക ഫീൽഡിലൊക്കെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇടയ്ക്ക് വന്ന് കയറുന്നവരൊക്കെ ഷൈൻ ചെയ്യുന്നുണ്ട്, അഭിപ്രായം പിടിച്ചു വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നൊരു കാലഘട്ടത്തിൽ ലാൽ ജോസിന് തോന്നിയതാണ് എന്നെ കൊണ്ട് ആ വേഷം ചെയ്യിക്കാൻ. ചെയ്തപ്പോൾ എല്ലാവർക്കും അത് സ്വീകാര്യമായി പോയി. അങ്ങനെ സിനിമ തന്നെ. അതേപോലെ തന്നെ വേറൊരു സിനിമയിൽ ഒരു വക്കീൽ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ജഡ്ജി,
അതെ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ. അപ്പൊ അയാളെ വെച്ചിട്ട് അയാളെ കൊണ്ട് ജഡ്ജ് ചെയ്യിച്ചാലോ എന്നുള്ള സംവിധായകന്റെ ഒരു ഗട്ട്സാണ് അത്, ഒരു വിശ്വാസമാണ് അത്. പാളിപ്പോവാൻ സാധ്യതയുണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അത്. അപ്പം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടക്കണം. പരീക്ഷണങ്ങൾ നടന്നാലാണ് എന്നെ പോലെയുള്ള നടീനടന്മാർക്ക് വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുള്ളൂ. കോമഡി ചെയ്യാൻ അപ്പോൾ എന്നും സീരിയസ് കഥാപാത്രം വില്ലൻ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്നും വില്ലനായിട്ടാണ് കിടക്കുക. അങ്ങനെ എത്രയോ നടന്മാർ ഇപ്പോഴും നമ്മളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. ചെയ്യാൻ കഴിവുണ്ടെന്നുള്ളത് ഒരു പരീക്ഷണത്തിന് തയ്യാറാവുന്നില്ല അവിടെ. നല്ല കോമഡി ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും, നല്ല സെന്റിമെന്റ്സ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഈ വില്ലനായിട്ട് ഇങ്ങനെ സ്ഥിരപ്രതിഷ്ഠിതമായിരിക്കും. അത് പണ്ടത്തെ ഒരു ശൈലിയാണ്. കെ പി ഉമ്മർ എന്നും കെ പി ഉമ്മർ തന്നെ, ബാലകൻ നായർ എന്നും ബാലകൻ നായർ. എന്നാൽ ബാലകൻ നായർ നല്ല ക്യാരക്ടർ റോള് ചെയ്യാൻ വശമുള്ള ആളാണ്. അയാൾക്ക് അവാർഡ് കിട്ടി നല്ല ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. ഓപ്പോളാ മറ്റേ പറയുന്നത് അല്ലേ ബാലകൻ നായർക്ക് അല്ലേ? ഓപ്പോളിലല്ലേ നാഷണൽ അവാർഡൊക്കെ കിട്ടിയത്? വിട്ടിത്തരാണോ പറഞ്ഞത്? അല്ല, അയാൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ബാലകനായിരുന്നു എന്നും ബലാത്സംഗം ചെയ്യുന്നതാണ്. ടി ജി രവി പേര് കേൾക്കുമ്പോഴേ പെണ്ണുങ്ങൾ ഇപ്പോഴും പേടിച്ചു കൊടുക്കും. അയാൾ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് ഒരു പടത്തിൽ അങ്ങോട്ട് ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് പിന്നെ അതേപോലുള്ള കഥാപാത്രങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് ജയിച്ചപ്പോൾ പെണ്ണുങ്ങൾ അയാളെ കണ്ട ഓടും അവസ്ഥയാണ്. നല്ല ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റില്ല, നല്ല നാടകക്കാരനാണ്. സിനിമയിൽ അങ്ങനെ ഒരു ചീത്തപ്പേര് വരികയാണ്. അത് ആവർത്തനം. അത് ഒരു നമ്മളിപ്പോൾ നല്ലൊരു പൊസിഷനിലെത്തി, നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ട് സിനിമയിൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, നമ്മൾ കഥാപാത്രങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മളങ്ങനെ പ്രാപ്തരായിട്ടില്ല, അത്രയും ആയിട്ടില്ല. നമുക്ക് കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. 2007 2004 2005 2004 15-20 കൊല്ലത്തിനടുത്തായി സിനിമയിൽ വന്നിട്ട് 300ഓളം സിനിമയും ഭയങ്കര സ്പീഡാണ് സിനിമ കുറേ ഇറങ്ങാത്തതാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് നമ്മുടെ സിനിമ ആസ്പയറിംഗ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? സിനിമയിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ആഗ്രഹിച്ച് നടക്കുന്നവരോടല്ല, കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതെ നടക്കുന്ന കുറേ പേരുണ്ടാവും. നല്ല കഴിവുള്ള കുട്ടികൾ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കഴിവുള്ള കുട്ടികൾ. അവരെ ഈ ഭാഗ്യം ആണോ എന്താണെന്നറിയില്ല, ഭാഗ്യമില്ലാണ്ടാണെന്ന് അറിയില്ല, എന്തോ കാരണം കൊണ്ട് അവർക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ കഴിവും അടക്കി പിടിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കലാകാരികളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോന്നലിൽ ഇനിയുള്ള കാലത്ത് സിനിമയിലൊക്കെ അവർക്ക് വരാൻ സാധ്യതകൾ ഏറെയാണെന്ന് തോന്നുന്നു. പണ്ടത്തേക്കാളും അവസരങ്ങൾ കൂടുന്നുണ്ട് ചെറുപ്പക്കാർക്ക്. കാരണം പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിവെച്ചു, പിന്നെ പുതിയ സിനിമയാണ് എടുക്കുന്നത്. പുതിയ സിനിമ എടുക്കുമ്പോൾ പുതിയ ആൾക്കാരെ വേണമെന്നുള്ള തോന്നിക്കുന്ന ചെറുപ്പക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു അവസരം വരുമ്പോഴുണ്ട്. അപ്പോൾ ഈ സിനിമ അതൊരു ബിസിനസ്സായിട്ട് നമ്മൾ കാണുമ്പോഴാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അവിടെ നിലനിൽപ്പ്. കാരണം അടുത്ത സിനിമ ക്യാൻവാസ് ചെയ്യണം, അടുത്ത സിനിമ ക്യാൻവാസ് ചെയ്യണം, അങ്ങനെ വേറെ ആരും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കരുത്, ഞാൻ തന്നെ സിനിമയിൽ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടണം, എനിക്ക് കൂടുതൽ വർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരൊരിക്കലും ഈ കഥാപാത്രത്തിൻ്റെ മേന്മയോ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റോ നോക്കുന്നുണ്ടാവാം. പക്ഷേ അതിനേക്കാൾ ഉപരി അവർ നോക്കുന്നത് അവരുടെ നിലനിൽപ്പാണ്. നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിലൂടെ അവരുടെ സാമ്പത്തിക ഭദ്രത. ഇങ്ങനെ ഒരു അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവത്തിന് ഇനി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയില്ല. ഒരു സിനിമ നിർമ്മിച്ചെടുക്കുന്നത് ഇപ്പോൾ തമിഴൊക്കെ ആണെങ്കിൽ ഈ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രതിഫലം 5 കോടി 10 കോടി 100 കോടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല. ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കോടിക്കണക്കിന് രൂപയൊക്കെ ഒരാൾക്ക് ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ജീവിതത്തിൽ മൊത്തം ഉണ്ടാക്കുന്ന ഒരു പൈസയാണ്. അവൻ ഒരു ജനിച്ച് മരിക്കുന്നവർക്ക് അവനത് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല. എന്തോ ഒരു അടക്കി പിടിക്കില്ലേ, അതിനൊക്കെ മാറ്റം വരണം. അപ്പോൾ അവരോടൊക്കെ
മത്സരിച്ചിട്ടാണ് ഈ ചെറിയ സാധാരണക്കാർ ഈ ചെറിയ പടങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മലയോട് എലി പൊരുതുന്ന പോലെ അല്ലേ, ഒരു മലയോടാണ് എലി പൊരുതുന്നത്. ആ ഒരവസ്ഥയിൽ ഒന്നുമല്ലാതായി പോകുന്ന പടങ്ങളൊക്കെ അത് അതിൻ്റെ മൂല്യമില്ലായ്മ കൊണ്ട് പോകുന്നതല്ല, ഈ ഒരു പോഷിപ്പ് കൊണ്ട് മൂല്യം ഉള്ള പടങ്ങളായിരിക്കും ചിലത്. ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന പോലെയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള, മൂല്യമുള്ള പടങ്ങൾ ഈ ഒരു കുത്തൊഴുക്കിൽ പെട്ടു പോവാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം, കാണികളായിട്ടുള്ളവരുടെ സഹകരണം ഉണ്ടാവണം. കാണികൾക്കും ചില ഉത്തരവാദിത്വം ഉണ്ടെന്ന് വരുത്തണം നമ്മൾ. എനിക്ക് ഈ പടം നമ്മളെ നാട്ടിൽ അറിയേണ്ടതാണ്, കാണികളുടെ ഉത്തരവാദിത്വം വരുമ്പോൾ കാണികൾ അത് പോയി കാണും. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിക്ക് ഇവർക്ക് അവകാശമുള്ളൂ. മറ്റു കോടികൾ മുടക്കിയിട്ടുള്ള പരസ്യങ്ങൾ ചിലപ്പോൾ ഇവർക്ക് പറ്റിയില്ല എന്ന് വരും. ഇവരെ ഇതുപോലുള്ള 5 or 10 പടം പിടിക്കുന്ന പൈസയാണ് അവർ വെറും പ്രചരണത്തിനും ആയിട്ട് മാറ്റിവെക്കുന്നത്. അവർ പ്രചരണത്തിന് മാറ്റിവെക്കുന്ന പടം ഉണ്ടെങ്കിൽ കൂടെ ഇതേപോലത്തെ 10 പടം പിടിക്കാം. ആ ഒരു 2 തലത്തിലാണ് നിൽക്കുന്നത്. മലയും എലിയും ആ ഉദാഹരണം കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസാവാണ്. എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളതാണ്, കലാമൂല്യമുള്ള, സാമൂഹ്യ പ്രസക്തിയുള്ള ഏത് സിനിമയും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അത് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, നമ്മൾ മനസ്സിലാക്കണം. ഈ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വിട്ടിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് അത് നിങ്ങൾ കാണണം, അവർക്കും ഇറക്കിയ പൈസ കൊടുക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ അതൊരു വലിയ സിനിമയാണ്, അത് സാമ്പത്തികം മുടക്കിയെടുത്ത സിനിമയാണ് എന്നുള്ളതിൻ്റെ പേരിൽ സാമ്പത്തികം ചുരുക്കി എടുക്കുന്ന സിനിമകൾ തഴയപ്പെടാൻ പാടില്ല. അത് മൂല്യമുള്ളതാണെങ്കിൽ, നന്മയുള്ള സിനിമയാണെങ്കിൽ അത് സമൂഹം ഏറ്റെടുക്കണം, പ്രചരിപ്പിക്കണം, വിജയിപ്പിക്കണം. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ, ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ. താങ്ക് യു.